എടാ, അപ്പൊ നീ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചോ? അല്ല പിന്നെ ഞാൻ എന്താ ചെയ്യാ? എത്ര കാലം വെച്ച് അങ്ങനെ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യാം? മടുത്ര നിന്നേക്കാൾ കൂടുതൽ അവളെ സഹിക്കുകയും ക്ഷമിക്കുകയോ ചെയ്തിട്ടില്ലേ? അവൾ എന്ത് സഹിച്ചെന്നാ നീ പറയുന്നത്? എന്ത് ക്ഷമിച്ചാ നീ പറയുന്നത്? ഒന്നുമില്ലല്ലേ? ഈ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാലോ. അവൾ കൂടി എന്തിന്റെ കുറവായിരുന്നുണ്ടായിരുന്നു? എല്ലാ സൗകര്യം കൊടുത്തിട്ടില്ലേ? കല്യാണം കഴിഞ്ഞ അച്ഛനെ അമ്മയൊക്കെ ഒഴിവാക്കാൻ പറ്റുമോ? എടാ, അച്ഛനും അമ്മനെ ഒന്നും ഒഴിവാക്കണം എന്നല്ല പറഞ്ഞത്. നീ അവർക്ക് പരിഗണന കൊടുക്കുന്ന പോലെ അവൾക്കൂടെ കൊടുക്കണം എന്നല്ല പറയുന്നത്. നീ പറഞ്ഞു വരുന്നത് എന്താ? അപ്പം എടാ, നമ്മളെ മാത്രം വിശ്വസിച്ച് നമ്മളെ സ്വപ്നം കണ്ട് നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി അവരുടെ വീടും വീട്ടുകാരൊക്കെ വിട്ടു വന്നവരാണ്. അവർക്ക് നീ പരിഗണന കൊടുത്തില്ല. അങ്ങനെയല്ല. നീ ഇവിടെ ഡിവോഴ്സ് ചെയ്താൽ ഇതിനേക്കാൾ ബെറ്റർ ഒരു കുട്ടിയെ കിട്ടുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതിനേക്കാൾ ബെറ്റർ ആൾ എനിക്ക് കിട്ടുമെന്ന് വെച്ചാൽ കിട്ടുമായിരിക്കും. ഞാൻ അവളെ നല്ലപോലെ നോക്കും. എടാ, ആ നല്ലപോലെ നോക്കുന്ന ഇവളെ നോക്കിയാൽ പോലെ എന്തിനാ മറ്റൊരാളെ നിന്നെ നോക്കുന്നേ? എടാ, നിന്നെ ഇത്രയും മനസ്സിലാക്കിയുള്ള ഏതാളും ഇവളാണ്. ഇവൾക്ക് നീ സ്നേഹവും കാര്യങ്ങളും കൊടുത്താൽ ഇവള് നിന്നെ പൊന്നുപോലെ നോക്കില്ലേ? നീ പറയുന്നത് ശരിയാണ്, പക്ഷേ ഞാൻ അവിടെ ഇപ്പോൾ തോറ്റുപോലെ. എടാ, അത് തോൽവിയും ചെയ്യുന്നില്ല, ജീവിതമാണ്, ജീവിക്കാൻ നോക്കും. പക്ഷെ ഞാൻ തോന്നു കൊടുക്കില്ല കേട്ടോ. എടാ, ഇവിടെ താന്നു കൊടുക്കലൊന്നല്ല, നീ വിജയിക്കുക ചെയ്യുന്നത്. പക്ഷേ എടാ, ഒരു പക്ഷില്ല, ഞാൻ അവളോട് സംസാരിക്കാം. നീ ഓക്കെ ആണോ? ഞാൻ ശ്രമിക്കാടാ.